A warm good morning to one and all. Welcome you all to GetNet TTP program on commercial law. In the previous session, we got knowledge about the provisions regarding guarantee, and today we are going to deal with the topic bailment. And the session is going to led by Advocate JINO M. KURIAN sir, President, Lawexams. So, in order to take the session, I invite JINO sir. Welcome, sir. JINO sir. എനിക്കൊരു മിനിറ്റ് തരണേ പ്ലീസ്. Okay, sir. Good morning, everyone. Thank you, Sri Lakshmi, and all of you behind this endeavor. So, നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തത് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും ഇൻഡെമിനിറ്റിയും, ആസ് വി ഓൾവേസ് സേ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കൺസെപ്റ്റ് അല്ല. ഓൾറെഡി ഡിസ്കസ് ചെയ്ത, ഓൾറെഡി നിങ്ങൾ പഠിച്ച കൺസെപ്റ്റിനെ, ആ ഒരു എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ, അതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യുക മാത്രമായിട്ട് ചെയ്തു. സിമിലർലി വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദറ്റ് ഈസ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്. സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്, പോണി ഓർ പ്ലെഡ്ജ്, കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ്, ഈ ഒരു രണ്ട് ഭാഗങ്ങളെ ചേർത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ചാപ്റ്ററിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ ചാപ്റ്റർ ഏത് ചാപ്റ്റർ ആണത്? ചാപ്റ്റർ ടൈറ്റിൽ എത്രാമത്തെ ചാപ്റ്റർ ആണത്? Am I audible? ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? Yes, sir. എത്രാമത്തെ ചാപ്റ്റർ ആണ്? മോശമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഒപ്പം ഒരുപക്ഷെ എങ്കിൽ പഠിച്ചവരും ജോലി ചെയ്യുന്നവരും ഒക്കെയാണ് നിങ്ങൾ പലരും. ബട്ട് സ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ യു മേക്ക് ഇറ്റ്. ചാപ്റ്റർ 9. ചാപ്റ്റർ 9ല്
നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാം. ചാപ്റ്റർ 9ന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട ബെയിൽമെന്റ്, അതിനുശേഷം പിന്നത്തെ രണ്ടാമത്തെ ടോപ്പിക് എന്താണ്, പ്ലഡ്ജ് ആണ്. അപ്പൊ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാം. നോട്ട് ആസ് ഇൻ എന്താ പറയാ, ഒരു LLB പ്രോഗ്രാമിൽ അതെങ്ങനെ പഠിക്കുന്നു എന്നുള്ള ഒരു നിലയിലേക്ക് പോകാതെ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം മൂഡിൽ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ 148 മുതൽ ഇതുവരെയുള്ള സെക്ഷൻസ് ആണ് ബെയിൽമെന്റ് കവർ ചെയ്യുന്നത്. നമുക്ക് 181 ജനറലി നമുക്ക് ആ ചാപ്റ്റർ എന്ന് പറയാം. എങ്കിലും ഞാൻ പറയായിരുന്നു, ബെയിൽമെന്റിനകത്ത് പ്ലെഡ്ജ് എന്ന് പറയുന്ന ഒരു ഭാഗം 172 മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ ഇൻഡെക്സ് നോക്കി തന്നെ കാണാൻ കഴിയുന്ന എങ്ങനെയാ, രണ്ട് ടൈറ്റിൽ, ഒരു സബ് ടൈറ്റിൽ ഉണ്ട് അല്ലേ. രണ്ട് സബ് ടൈറ്റിൽ നമുക്ക് കാണാം. ഒന്ന് 172ന് മുമ്പേയും പിന്നെ ഒന്ന് കാണാൻ പറ്റുന്നത് സ്യൂട്ട്സ് ബൈ ബെയിലി ഓർ ബെയിലേഴ്സ് എഗൻസ്റ്റ് റോങ് ഡുവേഴ്സ് 180 181. രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാം. അതായത് മൊത്തം 3 ഭാഗങ്ങൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് 148 ബെയിൽമെന്റിന്റെ ഡെഫിനേഷൻ ജനറലി കാര്യങ്ങളൊക്കെ പറയുന്നു. 172ലേക്ക് വരുമ്പോൾ പ്ലെഡ്ജ്, പ്രോണർ ആരാണ്, പോണി ആരാണ്, കാര്യങ്ങളൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് എഗൻസ്റ്റ് റോങ് ഡൂവർ, ബെയിലിയും ഒരു പരിധിവരെ ബെയിലറിന്റെ റോളിലേക്ക് വന്ന് അയാൾക്കും സ്യൂ ചെയ്യാനൊക്കെ പറ്റും എന്ന് പറയുന്ന ഭാഗം, എന്ന് പറയുന്ന സെക്ഷൻ 180 181. അപ്പൊ നമ്മൾ ആ ജനറൽ പോർഷൻ, കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്താണ് എന്ന് പറയുന്ന പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന 148, ഏതാണ്ട് 172 നമ്മുടെ പ്ലെഡ്ജ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗം. അതിനകത്ത് നമുക്ക് അവസാനത്തെ രണ്ട് സെക്ഷൻസ്, അതായത് 170 171 നമുക്ക് ലീൻ ആണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു 169 വരെ അവിടെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആണ് 168 169. അപ്പോ ഇതെല്ലാം സെയിം ചാപ്റ്റർ, സെയിം ടൈറ്റിൽ, അതൊന്നും അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എൻ കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ ഈ ഒരു സെക്ഷനുകളെ ഒന്ന് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ കാണാം, ഏതാണ്ട് 148 മുതൽ ഒരു 167 വരെ വരുന്ന ഭാഗങ്ങൾ ബെയിലിയുടെ റൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്യൂട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് പറയുന്നത്. 168 169 ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫൈൻഡർ ഓഫ് ഗുഡ്സ്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, അയാളൊരു ബെയിലറുടെ പൊസിഷനിലേക്ക് വരും, അല്ലെങ്കിൽ അപ്പൊ എങ്ങനെയാണ് അയാളുടെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്. നേരത്തെ നമ്മൾ പറയുന്ന ജനറൽ കാര്യങ്ങളൊക്കെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഇവർ രണ്ടുപേരുടെയും ഫൈൻഡർ ആയി കഴിയുമ്പോൾ, ഫൈൻഡർ ആണെങ്കിൽ എന്താണ് എന്ന് പറയും. 170 171 ലീനാണ്. ഒന്ന് പർട്ടിക്കുലർ ലീനും മറ്റത് ജനറൽ ലീനും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. 172 മുതൽ ഡെഫിനിഷൻ, പ്ലെഡ്ജിന്റെ ഡെഫിനിഷൻ പറയുന്നു. പിന്നെ അത് ഒരു 179 വരെയുള്ള ഭാഗത്ത് ഡെഫിനിഷൻ കഴിഞ്ഞാൽ പിന്നെ പോണി എന്ത് ചെയ്യാം, പോണിക്ക് എന്ത് റൈറ്റ് ഉണ്ട്, പോണിക്ക് എന്ത് ഡ്യൂട്ടി ഉണ്ട്, അല്ലെ പോണർ ആരാണ്, പോണറിനുള്ള റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, ഇതെല്ലാം പറഞ്ഞു വരുന്നു 179 വരെ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 180 181 എന്ന് പറയുന്നത് സ്യൂട്ട്സ് ബൈ ബെയിലീസ് ഓർ ബെയിലേഴ്സ് എഗൻസ്റ്റ് റോങ് ഡുവേഴ്സ്. സോ ഇങ്ങനെ നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് നാല് പാർട്ടായിട്ട് അങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്. ഈ നമ്മുടെ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഡിസെക്ഷൻ ഒക്കെ എടുത്തു വെച്ചിട്ട് പാറ്റയുടെ ഉള്ളിൽ ഏതൊക്കെയാണ് ഭാഗങ്ങൾ എന്നൊക്കെ നോക്കിയില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിലുള്ളത് ഈ ഒരു ചാപ്റ്റർ മാത്രം. നമ്മുടെ കയ്യിൽ ഹ്യൂമൻ ബോഡി ഒന്നും തരത്തില്ലല്ലോ. അപ്പം ഇതാണ് നമ്മുടെ കയ്യിലുള്ള സാധനം. അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം അതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത്, ഇല്ലാത്തത്, എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്, എന്താണ് കൊടുക്കാൻ കഴിയാത്തത് തുടങ്ങിയ കാര്യങ്ങൾ വി വിൽ സി. സോ എൻ്റെ കയ്യിൽ ഒരു PPT പ്രിപ്പയർ ചെയ്തത് ഉണ്ട്. സോ 148. സോ 148ന്റെ പ്രത്യേകത, ഡെഫിനിഷൻ നിങ്ങൾക്ക് വളരെ നന്നായി അറിയാവുന്ന ഡെഫിനിഷൻ. ഞാനത് വായിച്ച സമയം കളയുമായിരുന്നു മുമ്പേ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സോ എന്താണ് ഡെഫിനിഷൻ എന്നുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ ആ ഡെഫിനിഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട സംഗതികളെ നമുക്കൊന്ന് മാറ്റി എടുക്കാം അവിടെ നിന്ന്. സോ ബെയിൽമെന്റ് ഈസ് ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ഓഫ് വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് upon a contract
that they shall, when the purpose is accomplished, be returned or otherwise disposed of according to the directions of the person delivering them. അപ്പം ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ് എന്താണ്? അതിന്റെ ധാരാളം എക്സാമ്പിൾസ് യു നോ വെൽ. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ എടുത്ത് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ നന്നാക്കാനായിട്ട് കൊടുക്കുന്നു. അപ്പൊ ആ മൊബൈൽ ഫോൺ, ഞാൻ കൊടുത്ത മൊബൈൽ ഫോൺ ഐ ഡോണ്ട് നീഡ് ഇറ്റ് ടു ഗെറ്റ് ബാക്ക്. എനിക്ക് തന്നെ അത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇഫ് ഐ ആം ഡയറക്ടിങ് ഹിം ടു ഗീവ് ഇറ്റ് ടു അനദർ, ഹി ക്യാൻ ഗീവ് ഇറ്റ്. അല്ലെങ്കിൽ ഒരു സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ സെൽ ഓഫ് ഇറ്റ്. അങ്ങനെയും സംഭവിക്കാം അല്ലേ? സോ നമ്മൾ പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് വേണം ബെയിലി ചെയ്യാൻ. ഇതെല്ലാം തന്നെയാണ് നമുക്കുള്ള റൈറ്റ്സും ബെയിലിക്കുള്ള റൈറ്റ്സും, ബെയിലി നമുക്കുള്ള ഡ്യൂട്ടീസും ബെയിലിക്കുള്ള ഡ്യൂട്ടീസും ഒക്കെ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ നമുക്ക് കർവ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഡെലിവറി ഓഫ് ഗുഡ്സ്, അത് പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഡെലിവറി പല രീതിയിൽ നടക്കാം. ഡെലിവറി ഓഫ് പൊസഷൻ, ഡെലിവറി ഓഫ് പൊസഷൻ അതിനെ പല രീതിയിൽ നടക്കാം. നമ്മുടെ ജൂറിസ്പ്രുഡൻസിലൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ് പൊസഷൻ എന്നതിനെ പറ്റിയിട്ട് അല്ലെ. പൊസഷൻ ഇസ് ദി 9/10 ഓഫ് ദി ലോ. പൊസഷൻ എന്ന് പറയുന്നതും ഓണർഷിപ്പ് എന്ന് പറയുന്നതും ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ വളരെ ആഴത്തിൽ പൊസഷൻ എന്താണ്, പൊസഷന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഡെലിവറി ഏതൊക്കെ രീതിയിൽ നടക്കാം എന്നത് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പല വിധത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഈ പൊസഷനും ഡെലിവറിയും ഒക്കെ സംബന്ധിച്ച് പല ജൂറിസ്റ്റുകളും പല രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ അതിനെ പഠിക്കുന്നത് ഏതെങ്കിലും ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവോ അല്ലെങ്കിൽ രണ്ടുപേരുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ ക്ലബ് ചെയ്തതോ ഒക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അത് മാത്രമൊന്നുമല്ല. There are a lot of other ways of classifying this. So delivery of goods എന്ന് പറയുന്ന സംഗതി അത് ഡയറക്ട്ലി ഡെലിവറി ചെയ്യാം, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആകാം. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കൊടുത്തു, അത് ഡയറക്ട്ലി അയാൾ ഹാൻഡിൽ ചെയ്യുന്നു. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ റൂമിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് എൻ്റെ കീ കൊണ്ട് കൊടുക്കാം, യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ദർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ആ ഒരു കമ്പാരിസണും ആ ഒരു ക്ലാസിഫിക്കേഷനും ഒക്കെ ഇറ്റ്സ് നോൺ ടു യു. അതൊന്ന് റീകളക്ട് ചെയ്യുക. പല വിധത്തിലുള്ള അത് എന്തായാലും ഒരു UGC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ജൂറിസ്പ്രുഡൻസ് ഡെഫിനറ്റ്ലി യു ആർ കവറിങ്. സോ യു നോ ദാറ്റ് ഡെലിവറി എന്താണ് എന്നുള്ള കാര്യം, ഡെലിവറിയുടെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ അത് മനസ്സിൽ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റെ കൈ കൊണ്ട് ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് തരുന്ന ഡെലിവറി മാത്രമൊന്നും അല്ല. അതിനകത്ത് ഈ പറയുന്ന പല ക്ലാസിഫിക്കേഷൻസ്, ഡെലിവറി ഏതെല്ലാം രീതിയിൽ എടുക്കാമോ അതെല്ലാം തന്നെ ഇവിടെയും വരുന്നുണ്ട്. Constructive delivery can create. So actual delivery can be actual delivery. It can be actual constructive delivery also. Obligation to deal according to the directions. So നമ്മൾ സെക്ഷൻ 148 തന്നെ കാണുന്നു disposing of. ഞാൻ പറയുന്നത് പോലെ disposed of according to the directions of the person delivering them. ഞാൻ കൊടുത്തിട്ട്, ഞാൻ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പറയുകയാണ് ഇത് ശ്രീലക്ഷ്മിക്ക് കൊടുത്തേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളെ ഏൽപ്പിച്ചു, മൊബൈൽ റിപ്പയർ ചെയ്യാൻ ഏൽപ്പിച്ച ആള് നാളെ അത് കൊടുക്കേണ്ടത് ശ്രീലക്ഷ്മിക്കാണ്, എനിക്ക് തിരികെ തരണമെന്നില്ല. ഞാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത് ഗോൾഡ് നന്നാക്കാൻ, ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഗോൾഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മുടെ ഗോൾഡ് സ്മിത്തിനോട് പറയുകയാണ് നിങ്ങൾ ഇതുകൊണ്ട് ഓർണമെന്റ് ഉണ്ടാക്കി തരണം. സോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം. ഇറ്റ് ക്യാൻ ഓൾസോ ബി എ കൈൻഡ് ഓഫ് ബെയിൽമെന്റ്. ആ കേസിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് ഫോർ യുവർ നോളജ്, അതിൽ സംഭവിച്ചത് ഗോൾഡ് കൊണ്ട് കൊടുത്തിട്ട് ഗോൾഡ് സ്മിത്തിന്റെ അടുക്കലുള്ള ഒരു പെട്ടിക്കകത്ത്, ഗോൾഡ് സ്മിത്ത് കൊടുത്ത ഒരു പെട്ടിക്കകത്ത് അവരുടെ ഷോപ്പിൽ തന്നെ നമ്മുടെ ബെയിലർ എന്ത് ചെയ്യുമായിരുന്നു, ഗോൾഡ് ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അതായത് ഓരോ ദിവസത്തെയും പണിക്ക് ആവശ്യമായിട്ട് ഗോൾഡ് എടുത്ത് കൊടുക്കും, അത് കഴിയുന്ന എടുത്ത് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം ആരുടെ കയ്യിലാണ് പൊസഷൻ? ഗോൾഡ് സ്മിത്തിന്റെ കയ്യിലാണോ അതോ ഓണർ ബെയിലറുടെ കയ്യിലാണോ പൊസഷൻ? സോ പൊസഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ഡിഫറെന്റ് വേസ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇവിടെ ബെയിൽമെന്റിന്റെ കേസിൽ നമുക്ക് മണി കൺസിഡർ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ മണി ബെയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് പോകുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. ബെയിൽമെന്റിന്റെ കേസിൽ ഞാൻ മണി കൊടുത്തിട്ട് തിരികെ വാങ്ങിക്കുന്നു
എന്ന് പറയുന്നത് ബെയിൽമെന്റ് അല്ല. പക്ഷേ നമുക്കറിയാം പൊസഷൻ ഓഫ് എ ഗുഡ്സ് ക്യാൻ ബി ഗിവൺ ഫോർ സെക്യൂരിറ്റി. അത് പ്ലെഡ്ജ് ആയിട്ട് മാറും. അത് ഡിഫറെന്റ് ആണ്. അത് പ്ലെഡ്ജ് ബെയിൽമെന്റിന്റെ ജനറൽ ടൈറ്റിനുള്ളിൽ വരും. എന്നാൽ ജസ്റ്റ് മണി കൊടുത്തിട്ട് ബെയിൽമെന്റ് നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ ബെയിൽമെന്റ് ബെയിലർ റിലേഷൻഷിപ്പ് അല്ല വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ മറ്റുള്ള സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെയാണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ എസെൻഷ്യൽ എലമെന്റ്സ് ബെയിൽമെന്റിന്റെ കേസിൽ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, one person to another delivery of goods. It must happen. അത് കൺസ്ട്രക്റ്റീവ് ആകാം, ആക്ച്വൽ ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷേ അവിടെ ഡെലിവറി എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുണ്ടാകണം. ഇറ്റ് ഷുഡ് ബി ഗുഡ്സ്. മൂവബിൾ പ്രോപ്പർട്ടി മാത്രമാണ് ഇവിടെ ബെയിൽമെന്റിന് ആധാരമാകുന്നത്. നമുക്കിവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബെയിൽമെന്റിന്റെ ഭാഗമാകില്ല. നമുക്കറിയാവുന്നതുപോലെ സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ TP ഒക്കെ വരുമ്പോൾ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ കാര്യം പറയുന്നത്. മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ കാര്യം മാത്രമേ നമ്മൾ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് ഫോർ സം പർപ്പസ്. എന്തോ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ ഒരു പർപ്പസ് ആണ് നമുക്ക് പ്ലെഡ്ജിലേക്ക് വരുമ്പോൾ അത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പർപ്പസ് ആയിട്ട് മാറുന്നത്. ബെയിൽമെന്റിനകത്ത് ജനറൽ പർപ്പസ് ആണ് പറയുന്നത്. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അത് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. And it is upon a contract condition that the goods shall be returned either in the original or in an altered form. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗോൾഡ് കൊടുത്തിട്ട് നിങ്ങൾ ഇതെനിക്ക് ഒരു നല്ല നെക്ലസ് ഉണ്ടാക്കി തരണമെന്നാണ് പറയുന്നത്, അല്ലേ? സോ ഇറ്റ് ക്യാൻ ബി എ കൈൻഡ് ഓഫ് ബെയിൽമെന്റ്. ബെയിലറും ബെയിലിയും ഒക്കെ അവിടെ ഉണ്ടാവുകയും ബെയിലറുടെയും ബെയിലിയുടെയും ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് രണ്ടുപേർക്കും വന്നു ചേരുകയും ചെയ്യും. It shall be returned or disposed of according to the directions of the person who delivers them. The person who is delivering the goods is called bailor. The person who receives the goods is called bailee. The contract is between bailor and bailee. ഈ ഒരു കാര്യം തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കേസാണ് ടൈലേന്ദ്രനാഥ് വേഴ്സസ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ 2002 ഗുവാഹട്ടി കേസ്, ഹൈക്കോടതിന്റെ കേസാണ്. ഇവിടെ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ തന്നെ അവിടെ പറയുന്ന ഒരു കേസ് ലോ ആണ് ഇത്. Bailment is established only when there is delivery of goods by one person to another for some purpose upon a contract that they shall, when the purpose is accomplished, be returned or is disposed according to the directions of the person who delivers the goods. It is the duty of the bailee to deal with the goods according to the directions of the bailor. Rights of bailor എന്നും duties of bailor എന്നും rights of bailee എന്നും duties of the bailee എന്നും പറയുന്ന 3-4 പോയിന്റ്സ്. ഓരോന്നും ബെയിലർക്ക് റൈറ്റ്സ് ഉണ്ട്, ബെയിലർക്ക് ഡ്യൂട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ബെയിലിക്കും റൈറ്റ്സ് ഉണ്ട്, ബെയിലിക്കും ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മൾ ഹോഫീൽഡിന്റെ അഗെയിൻ ജൂറിസ്പ്രുഡൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോഫീൽഡിന്റെ കോറിലേറ്റീവ്സ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് കോറിലേറ്റീവ്സ്. റൈറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡ്യൂട്ടീസ് ഉണ്ടാവും ഓപ്പോസിറ്റ് പാർട്ടിക്ക്, ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റൈറ്റ്സ് ഉണ്ടാവും മറ്റേ പാർട്ടിക്ക്. അപ്പം ഇത് കോറിലേറ്റീവ്സ് ആണ്. സിമിലർലി നമ്മൾ ഇവിടെ എന്തൊക്കെയാണോ റൈറ്റ്സ് എന്ന് പറഞ്ഞ ബെയിലറിന്റെ റൈറ്റ്സ് എന്ന് പറയുന്നത്, ഇതൊക്കെ കറസ്പോണ്ടിങ് ഡ്യൂട്ടീസ് ഓഫ് ദി ബെയിലി ആയിരിക്കും. അതുപോലെ ബെയിലിക്ക് എന്തെല്ലാമാണോ ഡ്യൂട്ടീസ് ഉണ്ട് എന്ന് പറയുന്നത് എല്ലാം കറസ്പോണ്ടിങ് റൈറ്റ്സ് ഓഫ് ദി ബെയിലർ ആയിരിക്കും. അപ്പം ഇത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. സോ റൈറ്റ്സ് ഓഫ് ബെയിലറിനെ നമുക്ക് സെക്ഷൻ 153 ഒന്നാമത് നമുക്ക് നോക്കാം. സോ 153. സോ ബെയിലർ, റൈറ്റ്സ് ഓഫ് ബെയിലർ സെക്ഷൻ 153 പറയുന്നു. സോ സെക്ഷൻ 153 എന്ന് പറയുന്നതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: termination of bailment by bailees inconsistent with the conditions. So bailor termination of bailment by bailees inconsistent with the conditions. So ബെയിലിയെ ഞാൻ ഏൽപ്പിച്ചു എൻ്റെ ഗുഡ്സ്, എന്നാൽ ബെയിലി അത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ ഞാൻ ആകുന്ന ബെയിലറിനെ സംബന്ധിച്ചോളം ആ ബെയിൽമെന്റ് terminate ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. I have that right to do it. So a contract of bailment is avoidable at the option of the bailor. ഞാനാണ് bailor. If the bailee does any act with regard to the goods bail inconsistent with the conditions of the bailment. ഞാൻ എൻ്റെ ബൈക്ക് എൻ്റെ ഫ്രണ്ടിന് ഓടിക്കാൻ കൊടുത്തു.
നാളെ പുള്ളി അതുകൊണ്ട് വേറെ ബിസിനസ് തുടങ്ങുക. So I am going to terminate the bailment which I did with my friend. Try to demand return of goods at any time in case of gratuitous bail. നമുക്ക് ബെയിൽമെന്റിനെ രണ്ട് വിധത്തിൽ പ്രധാനമായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്ന ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്ന രണ്ട് നോൺ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്നും. ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിക്കുന്നില്ല, നിസ്വാർത്ഥമായിട്ട് നമ്മൾ കൊടുക്കുന്നു. നോൺ ഗ്രാറ്റുഷ്യസ് ആണ് നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അയാളിൽ നിന്ന്. നമ്മൾ ആ ഒരു കൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ബെയിൽമെന്റിൽ റൈറ്റ് ടു ഡിമാൻഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ് at any time in case of gratuitous bailment. ഗ്രാറ്റുഷ്യസ് ആയിട്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രതിഫലിച്ചൊന്നും ഇല്ലാതെ കൊടുക്കുന്ന ഒരു ബെയിൽമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ബെയിൽമെന്റ് എപ്പോ വേണേലും ബ്രേക്ക് ചെയ്യാം. പക്ഷെ അവിടെയും ഉണ്ട് ചില ബുദ്ധിമുട്ടുകൾ. അങ്ങനെ എപ്പോ വേണേലും എന്ത് വേണേലും തോന്നുന്ന പോലെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബ്രേക്ക് ചെയ്തുകൊണ്ട് മറ്റേ പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് കമ്മിങ് അപ്പോൺ ആസ്. നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി നമ്മുടെ നിലയിലേക്ക് വരും. അത് നമ്മൾ ഫർദർ സെക്ഷൻസിൽ കാണാൻ കഴിയും. എങ്കിലും ജനറലി പറയുമ്പോൾ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്നും നോൺ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്നും രണ്ടായിട്ട് ബെയിൽമെന്റിനെ തിരിച്ചു കഴിഞ്ഞാൽ, ബെയിൽമെന്റ് ഗ്രാറ്റുഷ്യസ് ആണെങ്കിൽ എനിക്ക് മറ്റൊന്നും നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ബെയിൽമെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബ്രേക്ക് ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അല്ലെങ്കിൽ ഞാൻ ആ ഗുഡ്സ് എപ്പോൾ വേണമെങ്കിലും തിരികെ ചോദിക്കാം. ഓക്കെ, സോ റൈറ്റ് ഓഫ് ബെയിലർ, റൈറ്റ് ടു ഡിമാൻഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. എനിക്ക് എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, ഇലക്ട്രിക് സാധനങ്ങൾ അല്ല ഇലക്ട്രീഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അടുത്തുള്ളൊരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. സോ ഐ ക്യാൻ ആസ്ക് ഇറ്റ് അറ്റ് എനി ടൈം ടു റിട്ടേൺ ദ ഗുഡ്സ്. പക്ഷെ ഞാൻ അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ആസ്ക് ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. പക്ഷെ അയാൾക്ക് പെട്ടെന്ന് ഒരു വർക്കിന് വേണ്ടിയിട്ട് അയാൾ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നെങ്കിലോ? So that makes the question mark there. But it is answering in the further sections. So right of bailor, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് corresponding duties create ചെയ്യുന്നു. Duties of bailey are the rights of bailor and he can sue bailey for their enforcement. Right? Section 159. Okay. ഞാൻ ഇത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. So restoration of goods lent gratuitously, the lender of a thing for a use, so lender of a thing for use may at any time require its return if the loan was gratuitous, even though he lent it for a specified time or purpose. So lender of a thing for use may at any time require its return if the loan was gratuitous. ഞാൻ gratuitous ആയിട്ട് കൊടുക്കുന്ന loan, even though I have given it for a specified period of time or specific purpose. But if on the faith of such loan made for a specified time or purpose, ഞാൻ പക്ഷെ ഒരു ആഴ്ചത്തേക്ക് കൊടുത്തു, പക്ഷെ രണ്ടാമത്തെ ദിവസം ഞാൻ തിരികെ ചോദിക്കുക. So the borrower had acted in such a manner that the return of the thing lent before the time agreed upon would cause him loss exceeding the benefit actually delivered by him from the loan. The lender must, if he compels the return, indemnify the borrower for the amount in which the loss so occasioned exceeds the benefit so derived. So the lender must, ഞാൻ അങ്ങനെ അയാൾക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തിരികെ ചോദിച്ചു കഴിഞ്ഞാൽ, the lender must, if he compels the return, ഞാൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, so it is compelled to return, ഞാനത് തിരികെ തരാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചാൽ, indemnify the borrower, കടം വാങ്ങിക്കൊണ്ട് പോയ ആളെ, for the amount in which the loss so occasion exceeds the benefit so derived. So അയാൾ കൊണ്ടുപോയ സമയം കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് അയാൾക്ക് റിസീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി അയാൾക്ക് ഇപ്പൊ നഷ്ടമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി ആ നഷ്ടം നികത്തുക എന്നത് എന്റെ ഉത്തരവാദിത്തമായിട്ട് മാറും. ഈവൻ ദോ ഇഫ് ഐ ഹാവ് ഗിവൺ ഇറ്റ് ഫോർ ഗ്രാറ്റുഷ്യസ്ലി. അതാണ് സെക്ഷൻ 159 മറ്റേതുമായിട്ട് ചേർത്ത് വെച്ചിട്ട് പഠിക്കേണ്ടുന്ന മറ്റൊരു സെക്ഷൻ ആണ് സെക്ഷൻ 159, റൈറ്റ് ഓഫ് ബെയിലർ. ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ മുമ്പേ പറഞ്ഞതുപോലെ rights ഉണ്ട്, so definitely duties will also be coming. So duties of the bailor to disclose faults in the goods of the bail, goods bail. നമ്മൾ ആദ്യമേ വരുന്ന സെക്ഷൻ തന്നെയാണ് സെക്ഷൻ 148. നമ്മൾ ഡെഫിനിഷൻ ആണെന്ന് പറഞ്ഞു. 159 ഈ ഡെലിവറി എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഡെലിവറി ടു ദ ബെയിലി മേ ബി മെയ്ഡ് ബൈ ഡൂയിങ് എനിത്തിങ് which has the effect of putting the goods in the possession of the intended bailey
or of any person authorized to hold them on his behalf. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആക്റ്റീവ് ഡെലിവറിയും ആകാം എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ സെക്ഷൻ 149. 150ലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ ആദ്യത്തെ ബെയിലറുടെ ഡ്യൂട്ടി പറയുന്നത്. സോ അതിന് 2 ഭാഗങ്ങളുണ്ട്, അതിലേക്ക് നോക്കുക. സോ ബെയിലേഴ്സ് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് false in goods bail. The bailer is bound to disclose to the bailee false in goods bail of which the bailer is aware and which materially interfere with the use of them or expose the bailee to extraordinary risk, and if he does not make such disclosure, he is responsible for damage arising to the bailee directly from such faults. So the bailer is bound to disclose to the bailee false in the goods bail. So the bailer is bound to disclose to the bailee false in the goods bail. ഇപ്പൊ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യണം എന്ത്? false in the goods. ഞാൻ കൊടുത്ത എന്താണ് ഡ്രില്ലിംഗ് മെഷീന് അതിന്റെ പിടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷോക്ക് അടിക്കുമായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഐ മസ്റ്റ് ടോൾ ഹിം ദിസ്. സോ വിച്ച് ദ ബെയിലർ ഇസ് അവെയർ. എനിക്ക് അറിവുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കണം, അറിവില്ലെങ്കിൽ അത് പറയണമെന്ന് നിർബന്ധമില്ല. സോ വിച്ച് ദ materially interfere with the use of them or expose the bailee to extraordinary risk. അത് എടുത്തോണ്ട് പോയ മനുഷ്യനെ അന്നേരം തന്നെ ഷോക്ക് അടിച്ചു, അതാണ് അവസ്ഥയെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി റെസ്പോൺസിബിൾ. ആൻഡ് ഇഫ് ഹി ഡസ് നോട്ട് മേക്ക് സച്ച് ഡിസ്ക്ലോഷർ, ഞാൻ ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ, ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡാമേജ് arising to the bailee directly from such faults. രണ്ടാമത്തെ പാര, ഇഫ് ദ ഗുഡ്സ് ആർ bailed for hire, ഞാൻ ഇനി അത് കൊടുക്കുന്നത് വാടകയ്ക്കാണെങ്കിൽ, the bailer is responsible for such damage whether he was or was not aware of the existence of such faults in the goods bail. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുക. ഞാനത് ദിവസം വാടകയ്ക്ക് 1000 രൂപ വാടകയ്ക്കാണ് ഞാൻ ആ ഡ്രില്ലിംഗ് മെഷീൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും. ഡെഫിനറ്റ്ലി അതിന്റെ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അയാളോട് പറയുകയും അത് നന്നാക്കി വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കൊടുത്തില്ലെങ്കിൽ that is my fault from my side. I will be completely responsible for the fault from my side. So section 150 നമ്മൾ കണ്ടു. ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുന്നത്. 151ലേക്ക് we will come later. So responsibility for title of the goods. 164 എന്താണ് പറയുന്നത്? Responsibility to bailee. The bailer's responsibility to bailee. The bailer is responsible to the bailee for any loss which the bailee may sustain by reason that the bailer was not entitled to meet the bailment or to receive back the goods or to give directions respecting them. The bailer is responsible to the bailee for any loss which the bailee may sustain by reason that the bailer was not entitled to make the bailment. എൻ്റെ ഫാദർ എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു മിഷൻ ആയിരുന്നു, ഇത് എന്നോട് വേറൊരാൾക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ പോട്ടെ, എൻ്റെ ഫാദറും ഞാനും തമ്മിലുള്ള റിലേഷൻ മാറ്റി വെച്ചിട്ട് വേറൊരു റിലേഷൻ എന്തെങ്കിലും എടുക്കുക. സോ സംബഡി ഹാസ് ഗിവൺ മീ സംതിങ്. എന്നോട് അത് തന്നപ്പോൾ പറഞ്ഞിരുന്നത് ഐ ഷുഡ് നോട്ട് ഗീവ് ഇറ്റ് ഫോർ ബെയിൽമെന്റ്, ഓർ എനിക്ക് അതുകൊണ്ട് യാതൊരു നീ നിന്റെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുക, അല്ലാതെ വേറൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത്. ഞാനതെന്ത് ചെയ്തു? ഞാനത് കിട്ടിയതല്ലേ സന്തോഷം, അത് എടുത്തു വെച്ച് ഞാൻ നാളെ കച്ചവടം തുടങ്ങി, ഞാനത് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. സോ വാട്ട് ഐ വാസ് ഡൂയിങ്, ഞാൻ ഒരു ടൈറ്റിൽ ഹോൾഡർ അല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അത് വേറൊരാൾക്ക് കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം അയാൾക്ക് ടൈറ്റിലുമായിട്ട് റിലേറ്റ്, റെസ്പോൺസിബിലിറ്റി ഫോർ ടൈറ്റിൽ ടു ദ ഗുഡ്സ്, എനിക്ക് തന്നെ അതിന് പ്രോപ്പർ ടൈറ്റിൽ ഇല്ലാത്ത കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് ടൈറ്റിൽ ആണ്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്യാൻ ബി എനിത്തിങ്. ടൈറ്റിൽ റിലേറ്റ് ചെയ്തിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളൊരു സാധനം ഞാൻ എടുത്ത് ബെയിൽമെന്റിന് കൊടുക്കുന്നു. ആൻഡ് ഫർദർ ബെയിലി ആയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടം ഉണ്ടായാൽ എന്റെ ഉത്തരവാദിത്തമാണ് അയാളുടെ നഷ്ടം ഇൻഡെമിനിഫൈ ചെയ്യുക എന്നുള്ളത്. To receive back the goods or to give directions respecting them. So the bailer was not entitled to make the goods, make the bailment, or to receive back the goods or to give directions respecting them. So എനിക്ക് അത് തിരികെ വാങ്ങാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ഡയറക്ഷൻസ് കൊടുക്കാനോ ഉള്ള അവകാശം എനിക്കില്ലായിരുന്നു, കാരണം ഇറ്റ് വാസ് നോട്ട് മൈൻ, മറ്റൊരാളുടെ ആയിരുന്നു. So bailer's responsibility to the goods
other responsibility for title to the goods, section 164. Section 154 നമ്മൾ കണ്ടു. So 158, to bear necessary expenses of bailment. Bailmentന്റെ necessary expenses bear ചെയ്യുക എന്നുള്ളത് bailorടെ responsibility ആണ്. So the repayment by bailor of necessary expenses whereby the conditions of the bailment, the goods are to be kept or to be carried or to have work done upon them by the bailee or the bailor. The bailee is to receive no in remuneration. The bailor shall repay to the bailee the necessary expenses incurred by him for the purposes of the bailment. So the bailee is to receive no remuneration. So ഞാനൊരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി എൻ്റെ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾ പറയുന്ന എക്സ്പെൻസ്, അയാളുടെ ഫീസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കണം. ഇനി അയാൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. സോ ഹി ഈസ് ടെല്ലിങ് മീ, എനിക്ക് നീ പൈസ ഒന്നും തരണ്ട, എന്താണോ ചെലവായത്, ഇതിന്റെ ബാറ്ററി മാറിയിടേണ്ടതായിട്ട് വന്നു, ആ ബാറ്ററിക്ക് 1000 rupees എക്സ്പെൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് ഐ ഹാവ് ടു ഗിവ്. അല്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനോ അതിനെ സ്യൂ ചെയ്യാനോ ഉള്ള അധികാരം ഹി ഈസ് ഹാവിംഗ്. So section 158, example in case of repair, non-gratuitous bailment, then bailor should pay the expenses. So ഇവിടെ section 158 പറയുന്നത് the bailee is to receive no remuneration. അപ്പോൾ ഇതൊരു non-gratuitous bailmentനെ പറ്റിയിട്ടാണ് section 158 പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ definitely necessary expenses കൊടുക്കണം. ഇനി gratuitous ആണെങ്കിൽ definitely he is entitled for the remuneration also. So to bear the risk for loss, നഷ്ടം ഉണ്ടാക്കിയാൽ ആ നഷ്ടം, ഞാൻ മൂലം ഉണ്ടാകുന്ന നഷ്ടം നികത്തുക എന്നത്, അല്ലെങ്കിൽ അതിന് അയാൾക്കുണ്ടാകുന്ന നഷ്ടം അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ബീയിങ് ദ ബെയിലർ. ഇനി ഞാൻ നേരെ ബെയിലിയുടെ പൊസിഷനിലേക്ക് മാറുക. സോ നമ്മൾ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, റൈറ്റ്സ് ഓഫ് ബെയിലർ കണ്ടു, ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ കണ്ടു. ഡ്യൂട്ടീസ് ഓഫ് ബെയിലിയിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ്സ് ഓഫ് ദി ബെയിലി ഡിസ്കസ് ചെയ്യാം. ആ ഒരു പോയിന്റ് കൂടി നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ ഇത് കവർ ചെയ്ത് കഴിയുമ്പോൾ definitely you will be able to understand rights of the bailee also. So to take reasonable care, section 151 നമ്മൾ 148 നോക്കി, 150, 149 നോക്കി, 150 നോക്കി, അത് കഴിഞ്ഞിട്ട് 158 കണ്ടു, 164 കണ്ടു. Now we are going to 151, care to be taken by bailee. നിങ്ങളാകുന്ന ബെയിലിക്ക് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ തന്നു. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. എൻ്റെ മൊബൈൽ ഫോൺ, അദ്ദേഹത്തിന് വേറെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഇത് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല. സോ ടു ടേക്ക് റീസണബിൾ കെയർ, സെക്ഷൻ 151 പറയുന്നു, in all cases of bailment, the bailee is bound to take as much care of the goods bailed to him as a man of ordinary prudence would, under similar circumstances, take of his own goods of the same bulk, quality and value as the goods bailed. ഞാൻ അത് എങ്ങനെ എൻ്റെ ഗുഡ്സ് യൂസ് ചെയ്യുമോ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ഗുഡ്സ് കിട്ടിയാൽ അതും യൂസ് ചെയ്യണം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറയാറില്ലേ, അതുപോലെ. സോ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻ്റെ സാധനം, നിങ്ങളുടെ സാധനം എങ്ങനെ ഉപയോഗിക്കുമോ അതുപോലെ തന്നെ യു ഹാവ് ടു കെയർ അബൌട്ട് മൈ പ്രോഡക്റ്റ്. സെക്ഷൻ 151. സെക്ഷൻ 152 എന്ന് പറയുന്നത്, ഇങ്ങനെ ഞാൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഞാനായ ബെയിലിക്കാണ് കേട്ടോ. അല്ലെ വേണ്ട, ബെയിലി നിങ്ങളാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളാകുന്ന ബെയിലിയെ സംബന്ധിച്ച് നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും കംപ്ലൈന്റും കൊണ്ട് വരാൻ പാടില്ല. The bailee, in the absence of any special contract, is not responsible for the loss, destruction or deterioration of the thing if he has taken amount of care of it described in section 151. 151 സെക്ഷനിൽ പറയുന്നത് പോലെയുള്ള കെയർ, ഞാൻ അങ്ങനെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിച്ചായിരുന്നു കർത്താവേ, അപ്പൊ പിന്നെ എന്നോട് ഇങ്ങനെയുള്ള ഒന്നും പറയല്ലേ എന്ന്. സെക്ഷൻ 152, സെക്ഷൻ 151, 152, liability for the acts of servants. Liability for the acts of servants. So ഇവിടെ നമ്മൾ പറയുന്നത് 151 152 എടുക്കുമ്പോൾ ഞാൻ ഡയറക്ട്ലി അല്ലായിരുന്നു ആ ഒരു സാധനം കെയർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ബെയിലി ആകുന്ന നിങ്ങൾക്ക് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ തന്നു, നിങ്ങൾ ഡയറക്ട്ലി അല്ല
നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ് എൻ്റെ മൊബൈൽ ഫോണിനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി you are responsible to for the acts of your assistant also. Section 153, no deviation from the terms of contract. നമ്മൾ തമ്മിൽ എന്ത് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടോ ആ കോൺട്രാക്റ്റിൽ ടേംസിൽ ഒന്നും വ്യത്യാസം വരുത്താൻ പാടില്ല. Termination of bailment by bailies act inconsistent with conditions. A contract of bailment is voidable at the option of the bailor in the optional. So if the bailee does any act with regard to the goods bail inconsistent with the conditions of the bailment, അവിടെ നമുക്ക് നല്ല ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. സോ അത് നോക്കിയോളൂ. സെക്ഷൻ 153 എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വി ഓൾറെഡി സോ റൈറ്റ്സ് ഓഫ് ബെയിലർ ആണ്. അതാണ് സെക്ഷൻ 153. ഇവിടെ പറയുന്നു ഡീവിയേഷൻ ഉണ്ടാവരുത്, ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അന്നേരം തന്നെ ബെയിലർ ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യും. യൂസ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് ഓഫ് ബെയിൽമെന്റ്. എന്താണോ കണ്ടീഷൻസ് ഉള്ളത് അത് പ്രകാരം തന്നെ യൂസ് ചെയ്യണം. ലയബിലിറ്റി ഓഫ് ബെയിലി മേക്കിംഗ് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ് ബെയിൽ. If the bailee makes any use of the goods bail which is not according to the conditions of the bailment, he is liable to make compensation to the bailor for any damage arising to the goods from or during such use of them. So unauthorized use പാടില്ല. ഞാൻ എന്തിനു നിങ്ങളെ അത് ഏൽപ്പിച്ചോ അല്ലാതെ മറ്റൊരു യൂസും ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ചെയ്യാൻ പാടില്ല. അല്ലെ കൂടി ഏതോ ഒരു പൊസഷൻ പോകുന്നതിന്റെയാണ്, സോറി. സോ സെക്ഷൻ ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? സോ അതെ സർ, അതെ. സോ സെക്ഷൻ 154 നമ്മൾ കണ്ടു. ലയബിലിറ്റി ഓഫ് ബെയിലി മേക്കിംഗ് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ്. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച സാധനം കൊണ്ട് നിങ്ങൾ മറ്റെന്തോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ വണ്ടി സുഹൃത്തെ നിങ്ങളുടെ വണ്ടി എനിക്ക് തരൂ, ഞാൻ ട്രിവാൻഡ്രം വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ആ ട്രിവാൻഡ്രം വരെ പോകുന്നതിന് പകരം നാളെ നിങ്ങൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ബോംബെക്കാണ് പോയത് എങ്കിൽ അവിടെ എനിക്ക് വരാവുന്ന നഷ്ടം നികത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. സോ liability of making unauthorized use of goods bail. So it can be any unauthorized use. ദൂരം കൂടുതൽ പോയി എന്നുള്ളത് മാത്രമല്ല, it can be anything like that. So must not mix up with the must not mix up the goods with the his own goods. അവിടെ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് 155, 156, 157. ഒന്ന് 155 അവിടെ വിത്ത് കൺസെന്റ്, 156 വിത്തൗട്ട് കൺസെന്റ് പക്ഷെ സെപ്പറേറ്റ് ചെയ്യാം, 157 വിത്തൗട്ട് കൺസെന്റ് പക്ഷെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യില് നല്ല നാടൻ അരി പൊടിച്ചതായിരുന്നു, നിങ്ങളുടെ കയ്യില് നല്ല ആന്ധ്രയിൽ നിന്ന് വന്ന അരി പൊടിച്ചതായിരുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തോട്ടെ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്തോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്കും എന്തോ പ്രയോജനം കിട്ടുമെന്ന് ഞാൻ കരുതിയിട്ടാണ് ഞാൻ സമ്മതിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് മിക്സ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം, എന്നിട്ട് നിങ്ങൾ വിൽക്കുകയാണത്, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം സംതിങ് ഐ ആം ഓൾസോ എൻടൈറ്റിൽഡ് ഫോർ. Section 155, effect of mixture with the bailor's consent of his goods with bailee. And if the consent of the bailor mixes the goods of the bailor with his own goods, the bailor and the bailee shall have an interest in proportion to their respective shares in the mixture thus produced. രണ്ടുപേർക്കും റെസ്പെക്റ്റീവ് ഷെയർ ഉണ്ട് അതിനകത്ത്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ. 156, എഫക്ട് ഓഫ് മിക്സ്ചർ, രണ്ട് മിക്സ് ചെയ്തു വിതൗട്ട് ബെയിലേഴ്സ് കൺസെന്റ്. ബെയിലറുടെ കൺസെന്റ്, ഈ പാവപ്പെട്ട എന്റെ കൺസെന്റ് ഇല്ല. when the goods can be separated, രണ്ട് ഗുഡ്സും സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ that is your responsibility. So if the bailee without the consent of the bailor mixes the goods of the bailor with his own goods and the goods can be separated or divided, the property in the goods remains in the parties respectively, but the bailee is bound to bear the expenses of separation or subdivision and any damage arising from the mixture. സോ ആ ഒരു സെപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്, രണ്ട് അരിപ്പൊടി ആണെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലെസ് ആൻഡ് അതർവൈസ് ദർ ഈസ് എ പ്രോസസ് ഫോർ ദാറ്റ്. അപ്പോ അത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളായിരുന്നു, ആട്ടിൻകുട്ടികളായിരുന്നു. രണ്ട് തരത്തിലുള്ള രണ്ട് ബ്രീഡിലുള്ള രണ്ട് ആട്ടിൻകുട്ടികൾ അല്ലെങ്കിൽ പട്ടിക്കുട്ടികൾ. സോ യു മിക്സ്ഡ് ഇറ്റ് ടുഗദർ. ആൻഡ് ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ പട്ടിക്കുട്ടികളുണ്ട്, ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ. പക്ഷേ ദാറ്റ് ഈസ് സംതിങ് യു ക്യാൻ സെപ്പറേറ്റ്. നിങ്ങൾ ചിലപ്പോൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പട്ടിക്കുട്ടി നിങ്ങളുടെ കൂടെ, എന്റെ പട്ടിക്കുട്ടി അവിടെ അവശേഷിക്കുകയും ചെയ്യും. സോ ഇവിടെ എന്തെങ്കിലും എക്സ്പെൻസ് വേണ്ടി വന്നിരുന്നു, എക്സ്പെൻസ് ഓഫ് സെപ്പറേഷൻ ഓർ ഡിവിഷൻ, the bailee is bound to
bear the expense. Separation നടത്തേണ്ടി വന്നുവെങ്കിൽ, expense വേണ്ടി വന്നുവെങ്കിൽ, definitely you are the one to take that expense. Section 155, 156, 157, 160 and 161 to return the goods. So we are coming to section 160 and 161. So where we can see the return of goods bail on expiration of time or accomplishment. നമ്മൾ പറഞ്ഞു, ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എൻ്റെ ഗുഡ്സ് തരുന്നത്. ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഗീവ് ഇറ്റ് ബാക്ക്. നമ്മൾ 160 വരുമ്പോൾ പറയുന്ന, ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബെയിലി ടു റിട്ടേൺ ഓർ ഡെലിവർ അക്കോർഡിംഗ് ടു ദ bailor's direction the goods bail without demand as soon as the time for which they were bailed has expired, or for the purpose for which they were bailed has been accomplished. എന്ത് പർപ്പസിന് വേണ്ടി കൊടുത്തോ അത് കഴിയുമ്പോൾ തിരികെ കൊടുക്കണം, വിതൗട്ട് ഡിമാൻഡ്. സെക്ഷൻ 160 നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഡിമാൻഡ് എന്നുള്ളതാണ്. ബാക്കിയുള്ളിടത്ത് അങ്ങനെ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പക്ഷെ 160 പറയുന്നത് പർപ്പസ് അക്കംപ്ലിഷ് ചെയ്താൽ അല്ലെങ്കിൽ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടേ തരാവൂ എന്നല്ല, മറിച്ച് വിത്തൗട്ട് ഡിമാൻഡ്. നമ്മൾ ചിലപ്പോൾ ചാപ്റ്റർ 4 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ചാപ്റ്റർ 4 വരുമ്പോൾ പ്രോമിസിയും പ്രോമിസറും തമ്മിലുള്ള റിലേഷൻഷിപ്പും എവിടെ വേണം, എപ്പോൾ വേണം അത് അക്കംപ്ലിഷ് ചെയ്യാനെന്നൊക്കെ പറയുമ്പോൾ ടൈമും പ്ലേസും ഒക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് പ്രോമിസറോട് ഒരു ടൈം അല്ലെങ്കിൽ ഒരു ഡേറ്റ്, ഒരു പ്ലേസ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ promiser has to say that എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു 150 സെക്ഷൻ ചാപ്റ്റർ 4 ഒന്ന് നോക്കുക. അവിടെ ടൈമും പ്ലേസും ഒക്കെ പറയുന്ന ഭാഗത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ജനറൽ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ബെയിലറിലേക്ക് വരുമ്പോൾ ബെയിലറിന്റെ കാര്യത്തിൽ പറയുന്നത് ബെയിലർ ഒരു ഡിമാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്നല്ല, വിത്തൗട്ട് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. സോ ബെയിലർ ഡിമാൻഡ് ചെയ്തില്ലെങ്കിൽ തന്നെ ബെയിലി ഹാസ് ടു റിട്ടേൺ ഇറ്റ്. സെക്ഷൻ 161 എന്താണ്? Bailey's responsibility when goods are not duly returned. ഇനി നിങ്ങൾ തിരിച്ചു തരുന്നില്ലെങ്കിൽ, if by the default of the bailey the goods are not returned, delivered or tendered at the proper time, he is responsible to the bailor for any loss, destruction, deterioration of the goods from that time. എന്റെ ഡ്രില്ലിംഗ് മെഷീൻ അന്നേരം തിരികെ തരാം എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ തിരികെ തന്നില്ല. ഞാൻ തിരിച്ചു ചോദിക്കാനും പോയില്ല. പക്ഷേ 2 മാസത്തിന് ശേഷം എനിക്കൊരു ആവശ്യം വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ എന്റെ മെഷീൻ എന്റെ കയ്യിൽ ഇല്ലല്ലോ, അത് നമ്മുടെ അച്ചായൻ എടുത്തോണ്ട് പോയതാണല്ലോ. ഞാൻ അന്നേരം പോയി ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് തരാൻ അയാളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഹാസ് ടു bear the loss what time may face at that point of time. സെക്ഷൻ 160 161 റിട്ടേൺ ചെയ്യുക എന്നുള്ളത് ബെയിലിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. 163 to return any increase or profit from the goods. നമ്മൾ അവിടെ നല്ലൊരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഒന്നും പോകണ്ട, ഇല്ലുസ്ട്രേഷനിൽ തന്നെ നമുക്ക് നല്ല ഒരു ഇല്ലുസ്ട്രേഷൻ കിടപ്പുണ്ട്. The A leaves a cow in the custody of B to be taken care of. The cow has a calf. B is bound to deliver the calf as well as the cow to A. പശുവിനെ കൊടുത്തു, തിരികെ വന്നപ്പോൾ പശുക്കുട്ടിയും കൂടിയാണ് ഇരിക്കുന്നത്. പശുക്കുട്ടിയും തിരികെ കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അത് തരുന്നില്ല എങ്കിൽ അതിന്റെ consequences you have to face. So must not set up an adverse title duties of the bailey. ഇത് വെച്ചിട്ട് ഇത് നാളെ എന്റേതാണ് എന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ അതെടുത്തിട്ട് നിങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ബെയിലർക്കാണ് എപ്പോഴും ടൈറ്റിൽ ഉള്ളത്. നിങ്ങൾക്ക് ഒരു അഡ്വേഴ്സ് ടൈറ്റിൽ ഉണ്ടാക്കാനുള്ള യാതൊരു അവകാശവും അവിടെ ഇല്ല. സോ സെക്ഷൻ 151 duty to take care, reasonable care. 152 കെയർ ചെയ്തിട്ടും നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നും ഇല്ല. 153 എന്താണോ ടേംസ് എൻറ്റർ ചെയ്തിട്ടുള്ളത് അത് പ്രകാരം തന്നെ ചെയ്യണം. 154 കണ്ടീഷൻസ് എന്താണോ അതിനനുസരിച്ച് തന്നെ ചെയ്യുക. ടു യൂസ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് ഓഫ് ദി ബെയിൽമെന്റ്. 155 156 157 അരിപ്പൊടി മല്ലിപ്പൊടിയോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടേതായ എക്സാമ്പിൾ മനസ്സിൽ വെക്കുക. 155 156 157 160 and 161 സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കണം. 163 പശുവായിരുന്നു, ഇപ്പൊ ഒരു പശുക്കുട്ടിയുടെ ഉണ്ട്. അഡീഷണൽ ഗ്രൗണ്ട്സ്. So standard of that cases as a man ordinary prudence would under similar circumstances. So ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഡോണ്ട് വറി. So rights of the bailey.
ഞാൻ ബെയിലിയുടെ ഡ്യൂട്ടീസ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയും ബെയിലിയുടെ റൈറ്റ്സ് എന്താണെന്നുള്ളത്. പെട്ടെന്ന് പറഞ്ഞു പോയാൽ റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ഗുഡ്സ് 150 പറയുന്നത് പോലെ അതിനകത്ത് കുഴപ്പമുണ്ടായിരുന്നു, ഷോക്ക് അടിക്കുമായിരുന്നു ഡ്രില്ലിംഗ് മെഷീനിലെ. ഡെഫിനറ്റ്ലി ഞാൻ അയാൾക്കുണ്ടായ നഷ്ടം നികത്തി കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. ദിസ് ഇസ് മൈ ഡ്യൂട്ടി ആൻഡ് ഹിസ് റൈറ്റ്. ഐ ടു ക്ലെയിം നെസസറി എക്സ്പെൻസസ്. നെസസറി എക്സ്പെൻസസ് എന്താണോ അത് ചെയ്യുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടി, നിങ്ങളുടെ അവകാശം. റൈറ്റ് ടു റിക്കവർ ലോസസ്, നിങ്ങളുടെ അവകാശം, എന്റെ ഡ്യൂട്ടി. റൈറ്റ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ടു എനി വൺ ഓഫ് ദി സെവറൽ ജോയിന്റ് ബെയിലേഴ്സ് ഓഫ് ഗുഡ്സ്. 165 വരുമ്പോ 164 നമുക്ക് കാണാൻ കഴിയുന്നത് ബെയിലേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ബെയിലി ആണ്. അവിടെ പറയുന്നത് ബെയിലർ ഈസ് റെസ്പോൺസിബിൾ ടു ദ ബെയിലി ഫോർ എനി ലോസ് വിച്ച് ദ ബെയിലി may sustain by reason that the bailer was not entitled to make the bailment or to receive goods back. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ടൈറ്റിൽ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ അവിടെ ടൈറ്റിൽ ഇല്ലാതിരുന്ന കാര്യം എടുത്തു കൊടുത്തു, അതുകൊണ്ട് നഷ്ടം വന്നത് നികത്തണം. 165 എന്ന് പറയുന്നത് bailment by several joint owners ആണ്. So if several joint owners of goods bail them, the bailee may deliver them back to or according to the directions of one of the joint owner without the consent of all in the absence of any agreement to the contrary. ഞാനും നമ്മുടെ ശ്രീലക്ഷ്മിയും വേറെ ഞങ്ങൾ 2-3 പേര് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബെയിൽമെന്റ് നടത്തിയേക്കുന്നത്. ആ ബെയിൽമെന്റിൽ തിരികെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും, പ്രത്യേകിച്ച് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ടു എനി വൺ. ജോയിന്റ് ഓണേഴ്സ് ആയതുകൊണ്ട് ക്യാൻ ബി റിട്ടേൺ ടു എനി വൺ. ദാറ്റ് ഈസ് വാട്ട് സെക്ഷൻ 165 ഈസ് റൈറ്റ് ടു ഇംപ്ലീഡ്. അപ്പം അവിടെ റൈറ്റ് ടു ഇംപ്ലീഡ് എന്ന് പറയുന്നത്, സോ ഇൻ കേസ് അത് ഒരാൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അവിടെ കൊടുക്കാൻ പറയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ വേറൊരാൾക്ക്, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് അതിൽ നിന്നും ക്ലെയിം ചെയ്യാം, അത് അവകാശപ്പെടുകയും ചെയ്യാം. റൈറ്റ് ടു ഇൻഡെമിനിറ്റി സെക്ഷൻ 166, bailee not responsible on redelivery to the bailer without title. So bailee not responsible on redelivery to bailer without title. So ബെയിലിക്ക് നമ്മൾ മുമ്പേ പറഞ്ഞു ടൈറ്റിൽ ഇല്ലെങ്കിൽ പിന്നെ കൊടുക്കണ്ട, അല്ലെങ്കിൽ അത് ടൈറ്റിൽ ഇല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനും കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന്. ഇപ്പൊ ടൈറ്റിൽ ഇല്ലാത്തൊരു കാര്യത്തിന് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് വീണ്ടും കാണാം, ആരാണോ ബെയിൽ ചെയ്തത് അയാൾക്ക് തന്നെ അതങ്ങ് തിരികെ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു പ്രാക്ടീസ് ആയിട്ട് ബെയിലിയുടെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ. അല്ല, ഇനി അതൊരു ഡിസ്പ്യൂട്ടിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ക്യാൻ ഹോൾഡ് ഓഫ് ഇറ്റ്. സോ വി ക്യാൻ സി 166 റൈറ്റ് ടു ഇൻഡെമിനിറ്റി. അയാൾക്ക് വരുന്ന നഷ്ടം അന്നേരം നികത്തി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സോ ബെയിലി നോട്ട് റെസ്പോൺസിബിൾ ഓൺ റീഡെലിവറി ടു ബെയിലർ വിതൗട്ട് ടൈറ്റിൽ and delivers them back to or according to the directions of the bailer. The bailee is not responsible to the owner in respect of such delivery. Title ഇല്ലാത്ത കേസുകളാണ്. 167 right of third person claiming goods bail. If a person other than the bailer claims goods bail, he may apply to the court to stop the delivery of the goods to the bailer and to decide the title of the goods. മനസ്സിലായല്ലോ? അപ്പൊ ബെയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും ആ ഒരു ഗുഡ്സ്. So section 170 particularly ബെയിലിക്ക് കൊടുത്ത സാധനം ഒരു പർട്ടിക്കുലർലി ഒരു സ്പെസിഫിക് പ്രോഡക്റ്റുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. റെമ്യൂണറേഷൻ ഉണ്ടായിരുന്നു, ആ റെമ്യൂണറേഷൻ കൊടുക്കുന്നില്ല. സോ ബെയിലിക്ക് പർട്ടിക്കുലർ ലീൻ ഉണ്ട്. എന്നാൽ ഇത് ജനറൽ ലീൻ ആകാം. എപ്പോഴാണോ എന്ന് ചോദിച്ചാൽ ആ എക്സാമ്പിൾസ് ആണ് ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, വാൽഫിംഗേഴ്സ്, അറ്റോർണീസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് പോളിസി ബ്രോക്കേഴ്സ് മേ in the absence of a contract to the controller retain as a security for a general balance of account any goods bail to them, but no other persons have a right to retain. But general lien ഉള്ള പാർട്ടീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ that is what we can see under section 171. ജനറൽ ലീൻ ഉള്ളവരാണ് ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, വാൾഫിംഗേഴ്സ്, അറ്റോർണീസ് ഓഫ് ഹൈക്കോർട്ട് തുടങ്ങിയ ആൾക്കാര്. അവരുടെ മുമ്പിൽ ഇപ്പൊ നമ്മൾ ഒരു ഷിപ്പ് ആഡിലാണ്, അവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്ന പ്രോഡക്ട്സ് നമ്മൾ പ്രോപ്പർലി ഒരെണ്ണത്തിന് കൊടുത്തിട്ടില്ല പ്രൈസ് എങ്കിൽ പോലും, അതിന്റെ എക്സ്പെൻസ് എങ്കിൽ പോലും, അവര് ആരൊക്കെ ഉണ്ടോ അല്ല ഏതൊക്കെ നമ്മൾക്ക് ഒരു വലിയ നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമ്മുടെ അവിടെ യാർഡിലുണ്ട്. സോ അതിന്റെ എല്ലാം മേലെ ആ ഒരു ലീൻ വരും. ദാറ്റ് ഈസ് വാട്ട് ജനറൽ ലീൻ ഈസ്. ആൻഡ് റൈറ്റ് അഗൈൻസ്റ്റ് തേർഡ് പേഴ്സൺ, ദാറ്റ് ഈസ് സെക്ഷൻ 180. 180 നോക്കിക്കഴിഞ്ഞാൽ ബെയിലിയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ആ ഗുഡ്സ് ആരെങ്കിലും അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ, സോ ബെയിലർക്ക് ഉള്ള റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പവേഴ്സ്, ഒരു സ്യൂട്ട് കൊടുത്ത് അതിനെ ക്ലെയിം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും
ബെയിലറൊക്കെ എങ്ങനെയുണ്ടോ, ഒരു ടൈറ്റിൽ ഹോൾഡർ ആയിരിക്കുമ്പോൾ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ബെയിലിക്കും ഉണ്ടാകും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 180. If a third person wrongfully deprives the bailey of the use or possession of the goods bail or does them any injury, the bailey is entitled to use such remedies as the owner might have used in the like case, so if no bailment had been made. So അതുപോലെ തന്നെ ബെയിലർക്ക് എന്താണോ അവകാശമുള്ളത് അതുപോലെ തന്നെ എനിക്കും ആ അവകാശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കും ആ അവകാശങ്ങൾ എല്ലാം വന്നു ചേരും. So that is what rights of the bailey. Right to claim compensation in case of default of goods, section 150 നമ്മൾ കണ്ടു. 158 necessary expenses, 164 recovery of loss, 165 right of delivery of goods to any one of the several joint bailers of goods. അല്ല ഇനി അവിടെ ഒരു കേസ് നടക്കുന്നുണ്ടെങ്കിൽ definitely he can also implead. Right to indemnity 166, 170 particularly, generally 171. Right against third person 180. നമ്മൾ 148 മുതലുള്ള സെക്ഷനുകളിൽ ഒട്ടുമിക്ക സെക്ഷനുകളിലൂടെ നമ്മൾ പോയി സെക്ഷൻ 180 വരെ വരുമ്പോൾ ഇനി നമുക്കുള്ളത് പ്ലെഡ്ജ് ആണ്. സോ റൈറ്റ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി അഗൻസ്റ്റ് തേർഡ് പേഴ്സൺ 180, 181 180 നമ്മൾ ഡിസ്കസ് ചെയ്തു. 181 എന്ന് പറഞ്ഞാൽ അപ്പോർഷൻമെന്റ് ഓഫ് റിലീഫ് കോമ്പൻസേഷൻ. അപ്പം ബെയിലിയെ സംബന്ധിച്ചുള്ള ബെയിലറുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കേസ് മുഴുവൻ നടത്തി അയാൾക്ക് വരുന്ന എക്സ്പെൻസ് ഉണ്ടല്ലോ, ആ എക്സ്പെൻസിന് ഡിവൈഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ബെയിലറിനും ബെയിലിക്കും ഉണ്ട്. അപ്പോർഷൻമെന്റ് ബെയിലർ ആൻഡ് ബെയിലി ബി ഡെൽറ്റ് വിത്ത് അക്കോർഡിംഗ് ടു ദെയർ റെസ്പെക്റ്റീവ് ഇൻട്രസ്റ്റ്. അവരുടെ ഇൻട്രസ്റ്റ് അതിനകത്ത് എന്തുമാത്രം ഉണ്ടായിരുന്നോ അതനുസരിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും അത് തമ്മിൽ എടുക്കാനുള്ള അത് ഡിവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റീസ് വരും. and they are entitled for that. Liability of hotel keepers and common carriers, അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു ഹോട്ടലിൽ അപ്പം ഹോട്ടൽ റൂം എടുക്കുന്നത് ഡെഫിനറ്റ്ലി അതിനെ ബെയിൽമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കേസുകളുണ്ട്. അതിനെ ഇമൂവബിൾ പ്രോപ്പർട്ടി മൂവബിൾ പ്രോപ്പർട്ടിയുള്ള കൺഫ്യൂഷനിലേക്കൊന്നും പോകരുത്. ചില കേസുകൾ നമുക്ക് കാണാൻ സാധിക്കും where you have taken room in a hotel. പക്ഷെ ആ ഹോട്ടൽ റൂം എടുത്ത് ഇരിക്കുമ്പോൾ അവിടെ നിങ്ങൾ വെച്ചിരുന്ന സാധനം മോഷണം പോയി, നിങ്ങളുടെ റൂമിൽ ഉണ്ടായിരുന്ന സാധനം മോഷണം പോയി. സോ ഹിയർ ആ ഹോട്ടൽ മാനേജ്മെന്റിനും നിങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് വേണമെങ്കിൽ കേസ് കൊടുത്ത് ആ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഒരു കോമൺ കാരിയറിലായിരുന്നു നിങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഒരു കോമൺ കാരിയർ, അതിൽ നിന്ന് അത് നിങ്ങളുടെ പ്രോഡക്റ്റ് മോഷണം പോയി. സോ the person who was carrying it, they are also filing a case. So നിങ്ങൾക്കായിരുന്നു ആക്ച്വലി ഇതിന്റെ അവകാശം, പക്ഷെ they are getting that right to sue it. So section 151 ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് അത്. റൈറ്റ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി അഗൈൻസ്റ്റ് തേർഡ് പേഴ്സൺ 180, 181 അതിന്റെ ഒപ്പം 151ന്റെ ഒരു സബ് വേർഷനിലൂടെ യു ക്യാൻ ആഡ് ഇറ്റ്. കാരിയേഴ്സ് ആക്ടും റെയിൽവേ ആക്ടും ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് നമ്മൾ കാണുന്നത് സെക്ഷൻ 168 169 കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ലാന്ന് എനിക്കറിയാം. റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് may sue for specific reward offered. So right of finder of goods may sue for specific reward offered. ഒരു സ്പെസിഫിക് റിവാർഡ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, then definitely they can claim it. സെക്ഷൻ 169 വരുമ്പോൾ സെക്ഷൻ 169 168 169 നമ്മൾ നമ്മുടെ ക്വാസി കോൺട്രാക്ട്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നതാണ്. സോ എഗെയിൻ അത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കൂടുതലായിട്ടൊന്നും ഇല്ല. അവിടെ പറയുന്നത് ഏത് സാഹചര്യത്തിൽ സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് 2 ക്ലോസസ് പറയുന്നുണ്ട് 169 എപ്പോഴായിരിക്കും ഒരു ഫൈൻഡറിന് അയാളുടെ ഗുഡ്സ് സെയിൽ ചെയ്യാൻ കഴിയുന്നത്. സോ വെൻ എ തിങ് വിച്ച് ഈസ് കോമൺലി ദ സബ്ജക്ട് ഓഫ് സെയിൽ ഇസ് ലോസ്റ്റ്. ഒരു കോമൺ സബ്ജക്റ്റ് ആണ് സെയിലിന്. പൊട്ടറ്റോ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് തെയ് വില ഉണ്ടായിരുന്ന തക്കാളിയാണെന്ന് വിചാരിക്കുക. സോ ദിസ് ക്യാൻ ബി പെറിഷ്ഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. നമുക്ക് വെച്ചോണ്ടിരിക്കാൻ കഴിയത്തില്ല, 2 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അതങ്ങ് അളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ വിറ്റ് പൈസയാക്കി കൈവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. So if the owner cannot with reasonable diligence be found or be refuses upon demand to pay the lawful charges of the finder may sell it when the thing is in danger of perishing or of losing the greater part of its value, when the lawful charges of the finder in respect of the things found amount to 2/3 of its value. അത് കീപ്പ് ചെയ്യുന്നതിന് വലിയ എക്സ്പെൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ക്യാൻ സെൽ ഓഫ്. പ്ലെഡ്ജ് ആണ് ഇതിന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ സെക്ഷൻ 172 പ്ലെഡ്ജിന്റെയും ഡെഫിനിഷനിലേക്ക് ഞാൻ പോകുന്നില്ല.
പ്ലെഡ്ജിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് ഇവിടെ പ്ലെഡ്ജ് എന്ന് പറയുന്നത് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഇല്ല. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രസ്ഡ് വേ ഓഫ് കോൺട്രാക്ട് ആൻഡ് ഡെലിവറി ടു ദ പോണി. സോ നമ്മൾ ബെയിലർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ പോണറും, ബെയിലി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ പോണിയുമാണ് വരുന്നത്. സോ ഡെലിവറി പോണിയിലേക്ക് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നു. സോ ഇറ്റ് ക്യാൻ ബി ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ്. നമ്മൾ മുമ്പേ പറഞ്ഞ ആ എക്സാമ്പിൾസ് ഒക്കെ തന്നെ. സോ ഡെലിവറി ഷുഡ് ബി ഇൻ പേഴ്സൺസ് ഓഫ് ദി കോൺട്രാക്ട്. എൻട്രി ചെയ്ത കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരിക്കണം ആ ഡെലിവറി നടന്നത്. ഇനി ഈ ഡെലിവറി എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് സാധനമാണോ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗോൾഡ് പണയം വെക്കാൻ പോകുന്നു. ആ ഗോൾഡ് കൊടുക്കുന്നത് സെക്യൂരിറ്റി ആയിട്ടാണ്. നിങ്ങൾക്ക് പൈസ തരുന്നു, ആ പൈസ നിങ്ങൾ തിരികെ കൊടുത്തു കഴിയുമ്പോൾ ആ ഗോൾഡ് നിങ്ങൾക്ക് റീഗെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ആ ഒരു പർപ്പസ് അവിടെ പറയുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. സോ അപ്പോൺ ഫുൾഫിൽമെന്റ് ഓഫ് ദാറ്റ് കണ്ടീഷൻ ഇറ്റ് ഹാസ് ടു ബി റിട്ടേൺ. ബെയിൽമെന്റും പ്ലെഡ്ജിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്ലെഡ്ജ് ബെയിൽമെന്റിന്റെ ടൈറ്റിലിനകത്ത് വരുന്ന ഒരു സബ് ടോപ്പിക് മാത്രമാണ്. പ്ലെഡ്ജ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ആണ്. ഇവിടെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഗോൾഡ് ബാങ്കിൽ കൊണ്ട് നമ്മൾ ലോൺ ചെയ്തു, നാളെ ബാങ്കിലെ ആളുടെ വൈഫിന് അത് എടുത്തിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. സോ റൈറ്റ് ടു യൂസ് ഇറ്റ്. റൈറ്റ് ടു സെൽ എപ്പോ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി ആ പേയ്മെന്റ് നടത്തുന്നില്ല, അത് ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ then you can see that can be given for an auction and it can be sold off. നമുക്കിവിടെ മറ്റൊരു ടേമും കൂടെ കാണാനുള്ളത് ഹൈപ്പോത്തിക്കേഷൻ ആണ്. യു നോ ഇറ്റ്. നമുക്ക് നമ്മുടെ RC ബുക്കിൽ ലോൺ എടുത്ത വണ്ടിയാണെങ്കിൽ ഹൈപ്പോത്തിക്കേറ്റഡ് എന്ന് കാണാൻ കഴിയും. അവിടെയുള്ള വ്യത്യാസം എന്താണ്? പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷനും. അഗെയിൻ വി ക്യാൻ ടേക്ക് ഇറ്റ് അണ്ടർ ദി ജനറൽ ഹെഡിങ് ഓഫ് ബെയിൽമെന്റ്. അവിടെ ഹൈപ്പോത്തിക്കേഷനുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോത്തിക്കേഷനിൽ റൈറ്റ് ടു യൂസ് പ്ലെഡ്ജിക്ക് തന്നെ വരുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ റൈറ്റ് ടു യൂസ് പ്ലെഡ്ജറിന് തന്നെ അല്ലെങ്കിൽ പോണറിന് തന്നെ വരുവാണ്. അപ്പം എക്സാക്ട്ലി ആ ഒരു പൊസഷൻ പോണറുടെ കയ്യിൽ തന്നെയാണ്. അതിനുള്ള ഫണ്ട് മാത്രമാണ് വാട്ട് വി ഹാവ് റിസീവ്ഡ്. നമ്മൾ ലോൺ എടുത്തു, നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നു. പക്ഷേ ആക്ച്വലി നൗ ഇറ്റ് ഈസ് ഹൈപ്പോത്തിക്കേറ്റഡ്. പ്രോപ്പർ ടൈറ്റിൽ ഓണർ നമ്മളാണെന്ന് പറയാം, പക്ഷേ ഇറ്റ് ഈസ് ഹൈപ്പോത്തിക്കേറ്റഡ്. യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു സെൽ ഇറ്റ്. അത് എലിമിനേറ്റ് ചെയ്യാനുള്ള യാതൊരു റൈറ്റും നമുക്കിപ്പോൾ ഇല്ല. അതാണ് ഹൈപ്പോത്തിക്കേറ്റഡ്. ഡെപ്റ്റർ കണ്ടിന്യൂസ് ടു എൻജോയ് പൊസഷൻ. ഇത് ഏത് സമയത്തും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശം പ്ലെഡ്ജിക്ക് ഉണ്ട്. ഡീൽ വിത്ത് ദ പ്രോപ്പർട്ടി സബ്ജക്ട് ടു ദി ടേംസ് ഓഫ് ദി കോൺട്രാക്ട്. ഫ്രീക്വന്റ്ലി ഡെപ്റ്റർ ഹാസ് ടു അപ്ഡേറ്റ് ദ ക്രെഡിറ്റർ. സോ ദാറ്റ്സ് ഇറ്റ്. പോണറിന്റെയും പോണിയുടെയും റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബെയിലറിന്റെയും ബെയിലിയുടെയും റൈറ്റ്സുമായിട്ട് ഈക്വലന്റ് ആയിട്ടുള്ള റൈറ്റ്സ് തന്നെ. പർട്ടിക്കുലർലി പ്ലെഡ്ജിന്റെ കേസിൽ വരുന്നത് ഡ്യൂട്ടി ടു പേ റീലോൺ. ഇത് സെക്യൂരിറ്റി ആണ്. ലോൺ കൊടുത്ത സെക്യൂരിറ്റിയാണ്. അപ്പം ഡ്യൂട്ടി ടു പേ ലോൺ, റീപേ ലോൺ. റൈറ്റ് ടു റിസീവ് ഗുഡ്സ് ടിൽ സോൾഡ്. സോ വിൽക്കുന്നിടം വരെ റൈറ്റ് ടു റിസീവ് ഗുഡ്സ് ടിൽ സോൾഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് റീറ്റെയിൻ ആണ്. നമ്മൾക്ക് സെക്ഷൻ 177 വരുമ്പോൾ നമുക്ക് കാണാം. സോ ഇഫ് എ ടൈം ഇസ് സ്റ്റിപുലേറ്റഡ് ഫോർ ദി പേയ്മെന്റ് of the debt or performance of the promise for which the pledge is made, and the pawnbroker makes default in payment of the debt or performance of the promise, at this stipulated time he may redeem the goods pledged at any time, any subsequent time before the actual sale of them, and he must in that case may in addition any expenses which have arisen from his default. Until sell ചെയ്യുന്നതിന് വരെ റീറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. So you know that section 177 ആണ് അത് പറയുന്നത്. ബിഫോർ ദ സെയിൽ അഡീഷണൽ എക്സ്പെൻസസ് ഇഫ് വരുവാണെങ്കിൽ അതും ബെയർ ചെയ്യേണ്ടതായിട്ട് വരും ഓണർ. ദെൻ എൻറ്റൈറ്റിൽ ഫോർ ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇരുന്ന പ്രോഡക്റ്റ് പ്ലെഡ്ജിയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് വർധനവുണ്ടായി. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് സംതിങ് എ പോണർ ക്യാൻ ക്ലെയിം ഇറ്റ്. പോണിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ പേയ്മെന്റ് റിസീവ് ചെയ്യുക സെക്ഷൻ 173, പർട്ടിക്കുലർ ലീൻ അണ്ടർ സെക്ഷൻ 174, ഇല്ലെങ്കിൽ അത് പിടിച്ചു വെക്കുക ലീൻ. Then 175 extraordinary right to receive extraordinary expenses. 175 pragaram pawnee's right to extraordinary expenses incurred. The pawnee is entitled to receive from the pawner extraordinary expenses incurred by him for the preservation of the goods pledged. Then pawnee's right in case of default of the pawner. Pawner default aki, then pawnee has a right in case pawnee has the right
to claim what all debt was there. Performance, default in payment or performance, right? If the pawnbroker makes default in payment of the debt or performance at the stipulated time of the promise in respect of the goods which were pledged, the pawnee may bring a suit against the pawner upon debt or promise and retain the goods pledged as a collateral security, or he may sell the things so pledged, and so giving the pawner reasonable notice of sale. So നോട്ടീസ് കൊടുത്തിട്ട് അത് സെല്ല് ചെയ്യാം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഗോൾഡ് ആയിരുന്നു, അത് ഓപ്ഷന് വെക്കാനും അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള അവകാശം ബാങ്കിനെ സംബന്ധിച്ചുള്ള കിട്ടും. ഓൾ അതർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി ബെയിലർ ആൻഡ് ബെയിൽ, ബെയിലിക്കും ബെയിലറിനും വരുന്ന ജനറൽ ടൈറ്റിലിനുള്ളിൽ വരുന്ന എന്തെല്ലാം അവകാശങ്ങളുണ്ട് അതെല്ലാം പോണിക്കും പോണറിനും വരും. പോൺ ഈസ് റൈറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഓഫ് ദി പോണർ. സെക്ഷൻ 176 അത് പർട്ടിക്കുലർലി പറയുന്നത്. നമ്മൾ ഇവിടെ കണ്ട പോയിന്റ് 176 വരുന്ന പോയിന്റ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്യൂ ചെയ്യുക, രണ്ട് retain the goods as a collateral security, 3 he may sell the goods reasonable notice കൊടുത്തിട്ട്, ഇനി ഗ്രേറ്റർ ആണെങ്കിൽ അത് വിറ്റിട്ട് കൂടുതൽ പൈസ കിട്ടിയെങ്കിൽ ആ കൂടുതൽ കിട്ടിയ പൈസ ഓണറിന് കൊടുക്കണം, കുറവാണെങ്കിൽ അത് നികത്തി തരിക എന്നുള്ളത് ഓണറുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. ആൻഡ് ഇഫ് പ്ലെഡ്ജ് ബൈ നോൺ ഓണേഴ്സ്, ഓണേഴ്സിന് മാത്രമേ പ്ലെഡ്ജ് ചെയ്യാൻ കഴിയുള്ളൂ. ലാസ്റ്റ് പോയിന്റ് ഹിയർ അങ്ങനെയല്ല. 178 പ്രകാരം മെർക്കന്റൈൽ ഏജൻസിന് 178 നമുക്ക് തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. സെക്ഷൻ 178 മെർക്കന്റൈൽ ഏജൻസ് ദെൻ അണ്ടർ വോയിഡബിൾ കോൺട്രാക്ട്, അവിടെയും ഓണർ ആയിട്ട് മാറുന്നില്ല, ബട്ട് ഹി ക്യാൻ പ്ലെഡ്ജ്. അവോയ്ഡബിൾ കോൺട്രാക്ട് ആയിരുന്നു, കംപ്ലീറ്റ് ആയില്ല കോൺട്രാക്ട്, മറ്റേ ആളുടെ ഓപ്ഷനിൽ അത് ക്യാൻ ബി റെക്ടിഫൈഡ്. അവിടെ വോയിഡബിൾ കോൺട്രാക്റ്റിൽ മറ്റേ പാർട്ടിക്ക് കോൺട്രാക്ട് പ്ലെഡ്ജ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്, ബിക്കോസ് അവിടെ ഒരു കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്തില്ല, ആൻഡ് ദിസ് ഇസ് സംതിങ് ഹി ക്യാൻ ക്ലെയിം ഇറ്റ് ബാക്ക്. Then pledge where a pawnbroker has only a limited interest, 179 പ്രകാരം ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് in that itself he is pledging it. So pledge where pawnbroker has only a limited interest under section 179. A pledgee may repledge the goods only to the extent of his interest, the amount due to him and the interest. If original pledge is invalid, repledge will also be equally invalid. Pledge by a co-owner in possession, രണ്ടുപേര് കൂടി ചേർന്നിട്ടുണ്ടായിരുന്ന ടൈറ്റിലുള്ള ഒരു പ്രോഡക്റ്റ്, they are pledging it. Pledge by seller or buyer in possession after sale, seller or buyer in possession after sale, നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും അവകാശം കിട്ടുന്ന അൺപെയ്ഡ് സെല്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ definitely they have the right to pledge also. Pawnee should be acting on good faith. Last point here, what it is, termination of bailment. Bailment terminate ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ കാണുന്നുണ്ട്. It can be given for a special purpose. ആ purpose accomplish ചെയ്ത് കഴിഞ്ഞാൽ, fulfillment of the purpose, it will be terminated, it will be discharged, or an expiry of stipulated period. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് 2 മാസത്തേക്കാണ് ഞാൻ എൻ്റെ ബൈക്ക് കടം കൊടുത്തത്, സോ ഡെഫിനറ്റ്ലി 2 മാസം കഴിയുമ്പോൾ അതെനിക്ക് തിരികെ തരണം. നമ്മൾ കണ്ടു തിരികെ തന്നില്ലെങ്കിൽ വരുന്ന പോരായ്മകളും ദോഷങ്ങളും ഒക്കെ. ബൈ നോട്ടീസ് ഏതെല്ലാം വിധത്തിലാകാം, ബൈ നോട്ടീസ്, ബൈ ഡെത്ത്, ബൈ ഡെത്ത് കൊണ്ടാകാം, ബൈ നോട്ടീസ് കൊണ്ടാകാം, ടെർമിനേറ്റ് ചെയ്യാം. സോ ദീസ് ആർ ദി പോയിന്റ്സ് വിത്ത് റിഗാർഡ് ടു ദ ബെയിൽമെന്റ്. നമ്മൾ പറഞ്ഞത് ജനറലായിട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ ബെയിൽമെന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അവിടെ പ്രധാനമായിട്ടും ബെയിലറുടെ റൈറ്റ്സ്, ബെയിലറുടെ ഡ്യൂട്ടീസ്, പിന്നെ ബെയിലിയുടെ റൈറ്റ്സ്, ബെയിലിയുടെ ഡ്യൂട്ടീസ്, കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ് എടുത്തു കഴിയുമ്പോൾ ഓണറുടെ റൈറ്റ്സ്, പോണിയുടെ ഡ്യൂട്ടീസ്, ഇതിനിടയ്ക്ക് ലീൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇതിനിടയ്ക്ക് ഡെലിവറി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അഗൈൻസ്റ്റ് തേർഡ് പാർട്ടി വരുമ്പോൾ സ്യൂട്ട്സ് ബൈ ബെയിലി ഓർ ബെയിലർ അഗൈൻസ്റ്റ് റോങ് ഡൂവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതുമായിട്ട് ആഡ് ചെയ്ത് നമുക്ക് ഈ സെക്ഷനിൽ പറയുന്നില്ലെങ്കിൽ ഇതുമായിട്ട് ആഡ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഹൈപ്പോത്തിക്കേഷൻ. ദാറ്റ് ഈസ് അഗെയിൻ സംതിങ് വെൽ നോൺ ടു യു. എന്തെങ്കിലും പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ, അതർവൈസ് വി ക്യാൻ കൺക്ലൂഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചിടാം. അടുത്ത സെഷനിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതുമാണ്.
Okay, so doubts ഇല്ലെന്ന് തോന്നുന്നു. So നമുക്ക് we can wind up this session. Thank you, Jino sir, for the knowledgeable session, and thank you all. Thank you. Thank you, Sri.